വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഷൈൻ രാജു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാൽമൺ ഫിഷ് കറിയാണ് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കേരള ഡിഷല്ല, അത് എൻ്റെ മാത്രം ഡിഷാണ്. കാരണം അതിൻ്റെ റെസിപ്പി ഇതിനകത്ത് ആൾക്കാർ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ വെക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ രീതിക്ക് അനുസരിച്ചാണ് ഞാൻ വെക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഫുഡ് വ്ളോഗ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് നേരത്തെ ചെയ്തൊന്നും അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം എന്നാലും എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് സാൽമൺ ഫിഷ് കറി വെക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് നേരെ ഇനി റൂമിലോട്ട് പോകണം ഗൈസ്. നമുക്ക് ഞാൻ മീനിപ്പോ കൊണ്ടുവന്ന് സാധനം നല്ല രക്ഷയില്ല കേട്ടോ, ഇത്ര ഉണ്ട്. അപ്പം ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കിനി കുറച്ചും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിഷ് ആണെങ്കിൽ ഇപ്പോൾ അത് റെഡിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അറക്കുമ്പം നമ്മൾ ഈ ഫിഷിനെ നമ്മൾ അറക്കുമ്പോഴത്തേന് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഒരുവിധം ഫിഷ് എല്ലാം കൂടെ ഇപ്പം മൊത്തത്തിൽ ഞാൻ എടുത്തു കേട്ടോ. ഇങ്ങനെ തല ഇത്രയും പോർഷനേ എടുത്തിട്ടുള്ളൂ. തല അതിൻ്റെ ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി എന്ന് പറയുമ്പോഴത്തേക്കിന് നാടൻ ഇഞ്ചി കേട്ടോ. ഇത് മറ്റേ ചൈനീസ് ഇഞ്ചിയൊക്കെ ഉണ്ട്, അത് പക്ഷേ വെള്ളം ഉള്ള ഐറ്റം. നമുക്കിപ്പോഴും നല്ലത് നാടൻ ഇഞ്ചി തന്നെ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കൊച്ചുള്ളി, സവാള. അപ്പം സവാള നമ്മൾ നോർമലി നമ്മൾ അരിഞ്ഞിടും. അതുപോലെ തന്നെ കൊച്ചുള്ളി ആണെങ്കിൽ ഒരു കീറായിട്ട് ഇടത്തേ ഉള്ളൂ കേട്ടോ അതിൽ. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇത് കറിക്ക് അല്ല, ഇതാണെങ്കിൽ ഫ്രൈ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഗൈസ് കുറച്ച് ഓയിൽ അതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം കുറച്ച് ഓയിലും കൂടെ നമ്മൾ ഇതിനകത്തോടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിഷ് മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഗൈസ് അതിൻ്റെ കൂടെ ഒരു നാരങ്ങയും കൂടെ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുളി അങ്ങോട്ട് സെറ്റാവും. അപ്പോൾ ഞാനൊരു നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കും കേട്ടോ. മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. അപ്പം ഉപ്പ് നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നന്നായിട്ട് നമ്മൾ അരപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫിഷ് ഇടാം. അങ്ങനെ മസാല എല്ലാം കൂടെ കുറച്ച് നമുക്ക് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കുറച്ച് നേരം ഇതിനെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് വെക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ട് ഇനി കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് മാറ്റി. പിന്നെ കുറച്ച് സവാള അത്ര എടുത്തില്ല കേട്ടോ, ഒരു സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ തക്കാളി ഇതെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചട്ടിക്കകത്തോട്ട് വെക്കുന്നത്. അപ്പം ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ മീൻകറിക്ക് ആ ഒരു
ഒരു തനി നാടൻ സ്റ്റൈൽ വരണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെ വെക്കണം. അപ്പോൾ ഗൈസ് ചട്ടി ചൂടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് ഇനി കടുക് ഇടണം. അപ്പോൾ ഗൈസ് ഓയിൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കടുകും ഉലുവയും കൂടെ അതിനകത്തോട്ട് ഇടണം. ഓയിൽ തിളച്ച് കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇടണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇടണം. ഇത് ഒന്ന് തിളച്ചിട്ടാണ് കേട്ടോ. തിളച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കുറച്ച് വേവാവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നത്. അതുകൊണ്ട് ഉള്ളിയേക്കാളും മുന്നേ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒരു ബ്രൗൺ കളർ വരും. അപ്പം അപ്പോഴത്തേക്കിന് നമുക്ക് ബാക്കിയുള്ള സാധനം കൂടെ നമുക്ക് ഇടാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കിന് നമുക്കിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകില്ല, പച്ചമുളക് നമ്മൾ തട്ടിയിട്ട് അതും ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും സവാളയും കൂടെ നമ്മൾ അതിനകത്ത് എടുത്തിടണം. തക്കാളി ഇപ്പോഴേ ഇടല്ലോ കേട്ടോ, ലാസ്റ്റിലെ തക്കാളി എടുത്തോളൂ. അപ്പം അങ്ങനെ ഇതും അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടണം. കാരണം ഉപ്പിട്ട് നമ്മൾ സവാള ഇട്ട് നന്നായിട്ട് പെട്ടെന്ന് വയറ്റി കിട്ടും കേട്ടോ, ഉപ്പിട്ടിട്ട് നമ്മൾ ഇളക്കുവാണെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇതൊരുവിധം സെറ്റായി നന്നായിട്ട് ചെറുതായിട്ട് ഉടഞ്ഞുടഞ്ഞ് കിടക്കുക. അപ്പം ഇനിയപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഇനി നമുക്ക് കുറച്ച് ഫിഷ് മസാലയാണ്. ഫിഷ് മസാല കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇടണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം കേട്ടോ. കാരണം എരിവൊക്കെ ആവശ്യമുള്ളവർ ആവശ്യാനുസരണത്തിന് ഇട്ടാൽ മതി കേട്ടോ എരിവൊക്കെ. കാരണം എനിക്ക് നോർമലി കുറച്ച് എരിവ് വേണം. പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല കറി എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കുക, വഴറ്റിക്കൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം സിമ്മിലായിരിക്കണം. പിന്നെ നമ്മുടെ കുടംപുളിയില്ലേ, കുടംപുളിയാണ് ആഡ് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട്. അപ്പോൾ നമ്മുടെ അവിടെ നാട്ടിൽ വാളംപുളി നാട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ ഈ കുടംപുളിയുടെ കുറച്ച് വെള്ളം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം തക്കാളി ഇട്ടിട്ടില്ല, തക്കാളി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിടാം. അപ്പം ഇതൊന്ന് അടി പിടിച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ തക്കാളി നമുക്കിട്ട് ഇളക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം നല്ല മണം അടിക്കുന്നുണ്ട് ഇപ്പം തന്നെ. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടപ്പോഴത്തേക്കിന് ഒരു നല്ലൊരു മണം അടിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇനി കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാറുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ നേരത്തെ കുടംപുളി വന്നത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. പുളിയെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ആഡ് ചെയ്ത് talk to me, give me the impression that I won't scratch your surface, and I could walk for days searching for your praise, but is it even there to find? Is there a chance for me to learn your memories? Will I slowly lose my mind? എന്നിട്ട് കഴിച്ച് നമ്മൾ ഇനി അടുത്തതായിട്ട് കരിവേപ്പിലയാണ് തിളച്ചൊന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കരിവേപ്പില ആഡ് ചെയ്യാം. ഒരുവിധം എല്ലായിടത്തും കറിവേപ്പില എന്നാണ് പറയുന്നത്, പക്ഷെ നമ്മുടെ നാട്ടിൽ കരിവേപ്പില എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. അതുകൊണ്ട് അങ്ങനെ എനിക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. തിളച്ചിട്ട് ഇനി നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല, ഇതൊന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്യാനേ പറ്റൂ. ഷേക്ക് ചെയ്തൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ സാൽമൺ ഫിഷ് കറി ഒരുവിധം സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മണമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഇനി എന്തെങ്കിലും ഇനി ആഡ് ചെയ്യണമെന്ന്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനിയിപ്പം ഫിഷും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഞാനൊന്ന് മുക്കിയപ്പോഴത്തേനും പാൻ നല്ല ചൂടായിരുന്നു. പിന്നെ അതുമല്ല നാരങ്ങ ഒഴിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് സിട്രിക് ആസിഡ് പെട്ടെന്ന് എണ്ണയ്ക്കകത്ത് മുക്കിയപ്പോഴത്തേനും ഒരു പൊള്ളൽ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കൈ കടന്നേക്കും വെക്കാൻ അവിടെ. അപ്പോൾ ഫിഷെല്ലാം കൂടി എടുത്ത് നമുക്ക് പാനിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാറുണ്ട്.
ഗൈസ് അപ്പം നമുക്ക് ഫ്രൈയും കറിയും സെറ്റാണ്. ഇനിയിപ്പോൾ അടുത്ത ചപ്പാത്തി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സാൽമൺ ഫിഷ് കറിയും ഫ്രൈയും കൂടെ അങ്ങോട്ട് പൊരിച്ചടിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സാൽമൺ ഫിഷ് കറി ഫ്രൈ ചപ്പാത്തി ഇന്നത്തെ സ്പെഷ്യലാണ്. നോക്കട്ടെ എങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ. ഗ്രേവി വറ്റിച്ചെടുത്ത് കേട്ടോ, കുറച്ച് ഇരിപ്പോട് നാളത്തേക്കിന് അത് പൊളിക്കും. കാരണം പുളി നാളത്തേക്ക് നമുക്ക് പിടിക്കും. അപ്പോഴത്തേക്കിന് നൈസാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പൊളിച്ച് ഇല്ലേ, സെറ്റ്. ഈ പീസ് നോക്കട്ടെ, ചൂടായോണ്ട് ഓ ഒന്നും പറയാനില്ല ഗൈസ്, സൂപ്പറായിട്ടുണ്ട്. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അടുത്തൊരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്.